ആരാധന ആരാധന നാഥ ആരാധന. ആരാധന ആരാധന നാഥ ആരാധന. ദിവ്യമീ സന്നിധിയിൽ സത്യത്തെ ആരാധിക്കാം ഞങ്ങൾ ചേർന്നിടുന്നു. ദിവ്യമീ സന്നിധിയിൽ സത്യത്തെ ആരാധിക്കാം ഞങ്ങൾ ചേർന്നിടുന്നു. ഒരു മനസ്സോടെ ഒരുമയിലവനെ, ഒരു മനസ്സോടെ ഒരുമയിലവനെ ആത്മാവിൽ ആരാധിക്കാം. ആരാധന ആരാധന നാഥ ആരാധന. ആരാധന ആരാധന നാഥ ആരാധന. തീരും മനസ്സുമായി സന്നിധേ അണഞ്ഞവർ ആശ്വാസമേകിടും നായകൻ. ഉള്ളം തകർന്നാശയത്തിടുന്ന വേളയിൽ പ്രത്യാശയേകിടുന്ന തമ്പുരാൻ. ജീവനാ ആത്മാവിലാനന്ദമാ ജീവനാ സ്നേഹനാഥനാ ആത്മാവിലാനന്ദമാ. ആ നായകനായി വാനവരോടൊന്നു ചേർന്ന് പാടിടുന്നു. ആരാധന ചേർന്ന് പാടാം. ആരാധന നാഥ ആരാധന. ആരാധന ആരാധന നാഥ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ രണ്ടും ഉയർത്തി എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ. കർത്താവേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ. എല്ലാവരും സ്വരത്തിലെ സ്തുതിക്കുകയാണ്. യേശുവേ നന്ദി നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ. കർത്താവേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ. കർത്താവേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശാന്തതയില് നമ്മളെല്ലാവരും ദിവ്യകാരുണ്യ സന്നിധിയിലാണ് നിൽക്കുന്നത്. എന്നും ജീവിക്കുന്നവനായവൻ, ഇന്നലെയും ഇന്നും നാളെയുമുള്ളവൻ, ആൽഫയും ഒമേഗയും ആയവൻ, ആദിയും അന്തവുമില്ലാത്തവൻ, ഇതാ കർത്താവായി ഈശോ എന്നും ജീവിക്കുന്നവനായി നമ്മുടെ മുന്നിൽ ആയിരിക്കുന്നു. നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്നു.
വചനം ശ്രവിച്ചു വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് പോകാം. വചനത്തിൻ്റെ ശക്തിയാൽ നമുക്ക് നിറയാം. ഇതാ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും തൻ്റെ ആത്മാവിനെ നൽകി അനുഗ്രഹിക്കുകയാണ്. എല്ലാവരും ഈശോയുടെ തിരുസന്നിധിയിലേക്ക്, ദിവ്യ അൾത്താരയിലേക്ക് നോക്കുക. അരുളിക്കായിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോ തമ്പുരാൻ, ആ ഈശോ തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് തൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കട്ടെ. വലിയ ശക്തിയാകുന്ന ആത്മാവ് നമ്മളിലേക്ക് ഒഴുകി വരട്ടെ. നമ്മളിവിടെ ആയിരിക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മൾ ഓരോരുത്തരും നിറയട്ടെ. നമുക്ക് ആഗ്രഹിക്കാം. കർത്താവായ ഈശോ നമുക്ക് പിതാവിനെ കാണിച്ചു തരുന്നു. പിതാവിൻ്റെ സ്നേഹത്താൽ നമ്മളെ ഓരോരുത്തരെയും വലയം ചെയ്യുന്നു. സന്തോഷിച്ചുകൊണ്ട് ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, സ്തോത്രം കർത്താവേ. കർത്താവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി കർത്താവേ. സ്തോത്രം കർത്താവേ. കർത്താവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി കർത്താവേ. നമുക്കെല്ലാവർക്കും കൂടെ കർത്താവിനെ സ്തുതിക്കാം. കർത്താവിനെ സ്തുതിക്കുമ്പോൾ നമ്മുടെ കെട്ടുകൾ അഴിയുകയാണ്, ബന്ധനങ്ങൾ അഴിയുകയാണ്, നമ്മൾ പുതിയ വ്യക്തികളായി മാറുകയാണ്, നമ്മൾ ഓരോരുത്തരും നവീകരിക്കപ്പെടുകയാണ്. സ്തുതിക്കുക എല്ലാവരും കൂടെ. യേശുവേ സ്തോത്രം, സ്തോത്രം കർത്താവേ. കർത്താവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി കർത്താവേ. സ്തോത്രം കർത്താവേ. കർത്താവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനെ ആരാധിക്കുകയായിരുന്നു, വാഴ്ത്തി പുകഴ്ത്തുകയായിരുന്നു. ഇതാ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ നിയോഗങ്ങൾ ഈ സമയത്ത് നമുക്ക് സമർപ്പിക്കാം. പൊതുവായിട്ടുള്ള നിയോഗങ്ങൾ ഇതാ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും. മേലിൽ വന്ധ്യതയോ ഗർഭഛിദ്രമോ ദേശത്തുണ്ടായിരിക്കുകയില്ല. നിങ്ങൾക്ക് ഞാൻ ദീർഘായുസ് നൽകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവിനെ ആരാധിക്കുക. പഴയ നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ ദൈവമായ കർത്താവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുക എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കുക എന്ന് തന്നെയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളിലേക്ക്, ജീവിത ക്ലേശങ്ങൾ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. സഹോദരരെ, ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് അനുദിന ജീവിതത്തിൽ ഏറെ ക്ലേശങ്ങളുണ്ട്. നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ഞാൻ ആശീർവദിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുമ്പോൾ നമ്മുടെ ദാരിദ്ര്യം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ പാർപ്പിട പ്രശ്നം, നമ്മുടെ കടബാധ്യതകൾ, ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അനുദിന ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ക്ലേശങ്ങളൊക്കെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. കടബാധ്യതയെ പ്രതിയുള്ള നമ്മുടെ ക്ലേശങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. അനുദിന ആവശ്യങ്ങൾ ക്രമമായി നടത്താൻ കഴിയാത്ത ആ ഒരു ജീവിത സാഹചര്യമാണെങ്കിൽ ആ മേഖലകളെ ഇതാ ദിവ്യകാരുണ്യനാഥനിൽ നമുക്ക് അർപ്പിക്കാം. വിവാഹം കഴിഞ്ഞ് അനേക നാളുകളായിട്ടും സന്താന സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത അങ്ങനെയുള്ളവർക്കെല്ലാവർക്കും ഇതാ കർത്താവിൻ്റെ വാഗ്ദത്തമായ
അവിടുത്തെ അനുഗ്രഹവും ദാനവുമായ സന്താന സൗഭാഗ്യത്തെ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശാരീരികമായ രോഗപീഡകൾ, രോഗക്ലേശങ്ങൾ മാത്രമല്ല, ചില രോഗപീഡകളുണ്ട്. ചില രോഗങ്ങൾ നമ്മളെ പീഡിപ്പിക്കുന്നുണ്ട്. ആ രോഗപീഡകളിൽ നിന്നൊക്കെ നമുക്ക് പരിപൂർണമായ വിടുതൽ കർത്താവ് ഇപ്പോൾ തരട്ടെ. എല്ലാവരും രണ്ട് കരങ്ങളും കർത്താവ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കുടുംബപരമായ പ്രശ്നങ്ങളെ ഈ ദിവ്യകാരുണ്യനാഥനിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഈ നിമിഷം നമുക്ക് ആ മേഖലകളിൽ വലിയ വിടുതൽ കിട്ടുന്നു എന്ന പ്രതീക്ഷയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ദൈവജനമേ സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. എല്ലാ ജീവിത ക്ലേശങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. രോഗപീഡകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. സാമ്പത്തിക തകർച്ചകൾ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ വിട്ടുപോകട്ടെ. എല്ലാ ശാരീരിക രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ രോഗപീഡകൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ രോഗക്ലേശങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ദാരിദ്ര്യ പീഡകൾ വിട്ടുപോകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങണമേ. ദൈവത്തിന്റെ ചൈതന്യമേ ഇറങ്ങണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് ഓ നീട്ടി. കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഉള്ളങ്ങളെ തിരുസന്നിധിയിലേക്ക് തുറന്നു വെക്കണമേ. ആത്മാവിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവന്റെ തിരുമുമ്പിലാണ് നമ്മളെന്നെ തിരിച്ചറിയണമേ. നമ്മളോട് ഈ ദൈവത്തിനുള്ള കാരുണ്യം എത്ര വലുതാണെന്നൊന്ന് മനസ്സിലാക്കണമേ. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര കൂലങ്കഷമാണോ അതിനേക്കാൾ ഉന്നതമാണല്ലോ ഈ നാഥന് നമ്മളോടുള്ള കാരുണ്യം. നമ്മുടെ പാപങ്ങൾ എത്ര ഗൗരവമുള്ളതാണോ അതിനേക്കാൾ ഉദാത്തമാണല്ലോ ദിവ്യനാഥന്റെ പരിശുദ്ധ സ്നേഹം. സഹോദരരെ, സോളമനോട് ദൈവം അരുളി ചെയ്തു, എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷത്തിൻ കീഴിലായിരിക്കും എൻ്റെ ഭവനം എക്കാലവും. നമ്മുടെ കർത്താവിൻ്റെ ഹൃദയവും അവിടുത്തെ നയനങ്ങളും ആർദ്ര സ്നേഹത്തിൻ്റെ ഉദാത്ത ഭാവമൂറുന്ന ആ തിരുനേത്രങ്ങളും തിരുഹൃദയവും, സഹോദര സഹോദരി, ഇപ്പോൾ ഈ തിരുസന്നിധിയിൽ വേദനയോടെ ഇരിക്കുന്ന, മറ്റൊരാൾ അറിയാൻ കഴിയാത്ത, മറ്റൊരാളോട് തുറന്നു പറയാൻ കഴിയാത്ത നിന്റെ സ്വകാര്യ ദുഃഖങ്ങളുടെ മേഖലയിൽ ഈ ദൈവത്തിൻ്റെ കൃപാപൂർണമായ കടാക്ഷം ഇറങ്ങി വരുന്നു എന്ന വലിയ വിശ്വാസത്തില് നമുക്കൊന്നുകൂടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, ദൈവമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ രണ്ട് പേരായിട്ട് മുഖാഭിമുഖം നിൽക്കുക, മുഖാഭിമുഖം നിൽക്കുക. കരങ്ങൾ കോർത്തു പിടിച്ചുകൊണ്ട് നിൽക്കുക. കർത്താവിൻ്റെ വലിയ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങളേക്ക് ഓരോരുത്തരിലേക്കും കടന്നു വരട്ടെ. ആത്മീയ ചൈതന്യത്താൽ നിങ്ങൾ ഓരോരുത്തരും നിറയട്ടെ. പുതിയ ശക്തിയാൽ നിങ്ങൾ ഓരോരുത്തരും നിറയട്ടെ.
കഥാവായ ഈശോയെ, അങ്ങയുടെ ആത്മാവിനെ ഈ മക്കളുടെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിൻ്റെ നിറവ് ഈ മക്കളിലേക്ക് കടന്നു വരട്ടെ. ആത്മീയ ശക്തിയാൽ ഈ മക്കൾ ഓരോരുത്തരും നിറയട്ടെ. ഉന്നതത്തിൽ നിന്ന് ശക്തിയാകുന്ന ആത്മാവ് ഈ മക്കളുടെ മേൽ വന്ന് നിറയട്ടെ. ഈ മക്കളുടെ പാപവാസനകളിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപവാസനകളിലേക്ക് കടന്നു വന്ന് നവീകരണം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഈശോയെ, അങ്ങനെ ആത്മാവിൻ്റെ ശക്തിയാൽ നിറയട്ടെ. ഏതെങ്കിലും വിധത്തിലുള്ള തഴക്ക ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആ തഴക്ക ദോഷങ്ങളിൽ നിന്ന് മോചനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന അനേക ലക്ഷങ്ങളിൽ വ്യത്യാസങ്ങൾ കടന്നു വരട്ടെ. അനേക ലക്ഷങ്ങളിൽ കർത്താവിന്റെ വലിയ അനുഗ്രഹം കടന്നു വരട്ടെ. പരിശുദ്ധാത്മ ശക്തി കടന്നു വരട്ടെ. എൻ്റെ ഈശോയെ, സ്നേഹത്താൽ ഈ മക്കളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. സ്നേഹത്തില് ഈ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ഹൃദയത്തില് സന്തോഷവും സമാധാനവും ഇല്ലായെങ്കിൽ അങ്ങയുടെ ആത്മാവ് നൽകുന്ന സന്തോഷവും സമാധാനവും ഈ മക്കളിലേക്ക് ഒഴുകി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തിയാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സമാധാനം ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, കുടുംബത്തിലുണ്ടാകട്ടെ, ഭാര്യ-ഭർത്തൃ ബന്ധത്തിലുണ്ടാകട്ടെ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകട്ടെ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാകട്ടെ, അയൽവാസികള്, ജോലി സ്ഥലത്തെ സഹപ്രവർത്തകര് അവരുമായിട്ടുള്ള സ്നേഹബന്ധത്തില് എപ്പോഴും സമാധാനവും സന്തോഷവും ഈ മക്കൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, ഈ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, അങ്ങയുടെ ആത്മാവിന്റെ നിറവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തില് വളരുന്നവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, അങ്ങേ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തില് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തില് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ ആ വെല്ലുവിളികളുടെ മേല് ആധിപത്യം സ്ഥാപിക്കുന്നതിനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ടുള്ള ജീവിതം ഞങ്ങൾ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയോടുകൂടെ ജീവിക്കുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ ഈശോയുടെ ആത്മാവേ, ഈ മക്കളിൽ വന്ന് നിറയണമേ. ദൈവിക പുണ്യങ്ങളാൽ ഈ മക്കൾ ഓരോരുത്തരും നിറയട്ടെ. പുതിയ ശക്തിയാൽ നിറയട്ടെ. എൻ്റെ ഈശോയെ, അങ്ങയുടെ ശക്തിയുടെ അനുഭവം ഈ മക്കൾക്ക് ഉണ്ടായിരിക്കട്ടെ. ആത്മനിയന്ത്രണത്തോടുകൂടെ ഔദാര്യതയോടുകൂടെ ജീവിക്കുവാനായിട്ടുള്ള കൃപാവരം ഈ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഈ മക്കൾ ഓരോരുത്തരും ആശീർവദിച്ച് അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഈ മക്കളിൽ വന്ന് നിറയുന്ന ആത്മാവേ, ഈ മക്കളിൽ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയട്ടെ. പുതിയ ശക്തി കൊണ്ട് നിറയട്ടെ. ഇവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് ഒന്നുകൂടെ രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുക. എല്ലാവരും കൂടെ സ്തുതിക്കുക. ഈ സമയത്ത് കർത്താവിന്റെ സ്പർശനം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഈ സമയത്ത് നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങള് എല്ലാം വിട്ടുപോകട്ടെ. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെയുള്ള ശരീരഭാഗങ്ങളിലുള്ള എല്ലാ രോഗങ്ങളും വിട്ടുപോകട്ടെ. കർത്താവേ, അങ്ങയുടെ കാരുണ്യത്താല് ഈ മക്കൾ ഓരോരുത്തരും നിറയട്ടെ. എൻ്റെ ഈശോയെ, സൗഖ്യദായകനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരയണമേ. സൗഖ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർണ്ണ ആരോഗ്യത്തിലേക്ക് ഞങ്ങളെ കടത്തിക്കൊണ്ടുവരയണമേ. പൂർണ്ണ ആരോഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഓ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരിലേക്കും അങ്ങയുടെ ദിവ്യ സ്നേഹം കടന്നു വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധിയിൽ നയിച്ച്
ആരോഗ്യത്തില് എപ്പോഴും ഞങ്ങളെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഈശോയെ, കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവരെ സമർപ്പിക്കുന്നു. കഥാവായി ഈശോയെ, ഞങ്ങളുടെ ഭവനത്തില് ഉള്ള പ്രായം ചെന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. അവർക്ക് നല്ല ആരോഗ്യം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. ആരോഗ്യം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. കിടപ്പ് രോഗികള് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെ സമർപ്പിക്കുന്നു. കഥാവേ, അവരെല്ലാവരെയും അങ്ങ് സ്പർശിക്കണമേ. അങ്ങ് സ്പർശിക്കണമേ. അങ്ങ് കൂടുതൽ സൗഖ്യം നൽകി അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. അതോടൊപ്പം ഞങ്ങൾക്ക് വിടുതലുകൾ നൽകി അനുഗ്രഹിക്കണമേ. മദ്യപാനത്തിൽ നിന്ന് മോചനം ലഭിക്കട്ടെ. മയക്കുമരുന്നിൽ നിന്ന് മോചനം ലഭിക്കട്ടെ. കഥാവേ, നെറ്റിന് അടിമപ്പെട്ട് ജീവിക്കുന്നതിൽ നിന്ന് മോചനം ലഭിക്കട്ടെ. മൊബൈലിൽ നിന്ന് മോചനം ലഭിക്കട്ടെ. കഥാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. എവിടെയെല്ലാം ഞങ്ങൾക്ക് വിടുതൽ വേണം, ആ തലങ്ങളിലേക്ക് അങ്ങ് കടന്നു വരയണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഒന്നുകൂടെ 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, സ്തോത്രം. കഥാവേ, കഥാവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, നന്ദി കഥാവേ, സ്തോത്രം കഥാവേ. കഥാവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ നമുക്ക് പാടാം. മംഗളഗീതം പാടി അമ്മയെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട്, അമ്മയോട് ചേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കഥാവായ ഈശോയെ സ്തുതിക്കാം. സന്തോഷത്തോടെ നമ്മൾ പാടുകയാണ്, കൈയടിച്ചുകൊണ്ട് പാടുകയാണ്. കഥാവിൻ്റെ കൃപ ഈ സമയത്ത് പരിശുദ്ധ അമ്മയിലൂടെ നമ്മളിലേക്ക് ഒഴുകി വരട്ടെ, ഒഴുകി വരട്ടെ. എല്ലാവരും കരങ്ങളടിച്ച് സന്തോഷത്തോടെ മംഗളഗീതം പാടി വരുന്നിതാ ഞങ്ങൾ കന്യാമാതാവിനു നവ കീർത്തനമേകാൻ. മംഗളഗീതം പാടി വരുന്നിതാ ഞങ്ങൾ കന്യാമാതാവിനു നവ കീർത്തനമേകാൻ. അകതാരിലാ ജപഗീതികളോടെ അണയുന്നു നിൻ പ്രിയരീ മക്കൾ ഞങ്ങൾ. അമ്പരവും ഭൂതലവും ചഞ്ചലമാ ഹൃദയത്തിൽ യേശു നിറഞ്ഞിടാൻ. ജീവിതകാലം രക്ഷകനായി സ്തുതിഗീതം പാടാൻ. അയ്യമ്മസിന്നമ്മേ നിൻ കൃപകൾ ചൊരിയണമേ. കരങ്ങളുയർത്തി അടിച്ച് കാരുണ്യത്തിൻ മാതാവേ, ഞങ്ങൾക്കഭയം നീയേ. സഹരക്ഷകയാം മാതാവേ, എന്നും ശരണം നീയേ. കാരുണ്യത്തിൻ മാതാവേ, ഞങ്ങൾക്കഭയം നീയേ. സഹരക്ഷകയാം മാതാവേ, എന്നും ശരണം നീയേ. ഒരു കുടക്കീഴിൽ ഒരുമിച്ചു ചേരാ, ഒരു മനമായി നിൻ സന്നിധിയണയാൻ. നാഥയും നീയേ, ദീപവും നീയേ, ആശ്രയം നീയേ എൻ പ്രിയതായേ. ആശ്രയം നീയേ എൻ പ്രിയതായേ. ആശ്രയം നീയേ എൻ പ്രിയതായേ. അമ്പരവും ഭൂതലവും നാഥനെ വാഴ്ത്തിടാം. ചഞ്ചലമാ ഹൃദയത്തിൽ യേശു നിറഞ്ഞിടാൻ. ജീവിതകാലം രക്ഷകനായി സ്തുതിഗീതം പാടാം. അയ്യമ്മസിന്നമ്മേ നിൻ കൃപകൾ ചൊരിയണമേ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിയടിച്ച് ദുഃഖങ്ങൾ നീ നീക്കേണം ദൈവാംബികയാം അമ്മേ. പാരിൽ സൗഖ്യം നിറയാനായി പ്രാർത്ഥിക്കണമേ അമ്മേ. ദുഃഖങ്ങൾ നീ നീക്കേണം ദൈവാംബികയാം അമ്മേ. പാരിൽ സൗഖ്യം നിറയാനായി പ്രാർത്ഥിക്കണമേ അമ്മേ.
യാത്രയിലെന്നും നന്മകൾ കാണാൻ കൈപിടിച്ചെന്നും നേർവഴി കാട്ടാൻ നാഥയും നീയേ, ദീപവും നീയേ, ആശ്രയം നീയേ എൻ പ്രിയ തായേ. ആശ്രയം നീയേ എൻ പ്രിയ തായേ, ആശ്രയം നീയേ എൻ പ്രിയ തായേ. അമ്പരവും ഭൂതലവും നാഥനെ വാഴ്ത്തിടാം, ചഞ്ചലമാ ഹൃദയത്തിൽ യേശു നിറഞ്ഞിടാം. ജീവിതകാലം രക്ഷകനാ സ്തുതിഗീതം പാടാം. അയ്യമ്മസിന്നമ്മേ നിൻ കൃപകൾ ചൊരിയണമേ. അമ്പരവും ഭൂതലവും നാഥനെ വാഴ്ത്തിടാം, ചഞ്ചലമാ ഹൃദയത്തിൽ യേശു നിറഞ്ഞിടാം. ജീവിതകാലം രക്ഷകനാ സ്തുതിഗീതം പാടാം. അയ്യമ്മസിന്നമ്മേ നിൻ കൃപകൾ ചൊരിയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിക്കട്ടെ, സ്തുതിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം കർത്താവേ, കർത്താവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, കർത്താവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, കർത്താവേ, അങ്ങേക്ക് മഹത്വം. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. കർത്താവിൻ്റെ ആശീർവാദ സ്വീകരണത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവിന് മുന്നിൽ നമ്മൾ മുട്ടുകുത്തുകയാണ്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുവാനായിട്ട് പോവുകയാണ്. ഇരു കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഈ സ്വരത്തിൽ ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ദൈവമേ സ്തുതി, 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 ആരാധന. യേശുവേ അനുഗ്രഹിക്കണമേ. കർത്താവേ ഞങ്ങൾ ആരാധിക്കുന്നത് യേശുവേ ആരാധന. യേശുവേ, ഹല്ലേലൂയ, യേശുവേ, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ശിരസ് നമിച്ച് കർത്താവിനെ ആരാധിക്കാം. ശിരസ് നമിച്ച് കർത്താവിനെ ദിവ്യകാരുണ്യമേ വന്ദനം, പരിശുദ്ധ കാരുണ്യമേ വന്ദനം. ആരാധന നിനക്കേകിടാം, സ്തുതി അരുളിടാം പരനേ. ദിവ്യകാരുണ്യമേ വന്ദനം, പരിശുദ്ധ കാരുണ്യമേ വന്ദനം. ആരാധന നിനക്കേകിടാം, സ്തുതി അരുളിടാം പരനേ. ദിവ്യകാരുണ്യമേ വന്ദനം, പരിശുദ്ധ കാരുണ്യമേ വന്ദനം. ആരാധന നിനക്കേകിടാം, സ്തുതി അരുളിടാം പരനേ.